ഞങ്ങളെ കാക്കുന്ന ബോറോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനം. ഹലോ എവ്രിവൺ. ക്രിസ്മസിന് പല ഡിഷുകളും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഡിഷ് ഒരു സ്പെഷ്യലും അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. ഒരു ക്രിസ്മസ് ഫുഡ്. ഇത് ശരിക്കും ക്രിസ്മസിന്റെ അന്ന് ഫീസ്റ്റ് കഴിഞ്ഞ് കഴിക്കുന്ന ഒരു പുഡിംഗ് ആണ്. ഇത് ഒരു 1 month മുമ്പ് വരെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഈ 1 month ഒരു കേടാവാതെ ഇരിക്കും. അത് കഴിഞ്ഞ് ക്രിസ്മസിന്റെ അന്ന് ഇതെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയാണ് യൂസ് ചെയ്യാം. നമ്മൾ ഈ പുഡിംഗ് ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഫാമിലി മെമ്പേഴ്സും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗുഡ് ലക്കിന് നമുക്ക് വിഷ് ചെയ്യാൻ പറ്റും. അതാണ് അവരുടെ ട്രഡീഷൻ, അങ്ങനെയാണ്. അത് നമ്മളുടെ ഫാമിലി ബോണ്ടിങ്ങിനാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത്. അപ്പം പിള്ളേരില്ലായിരുന്നു. പിള്ളേരിപ്പം ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. ഞാനും വിവേക്കും കൂടെ ഇതൊക്കെ മിക്സ് ചെയ്ത് ഞങ്ങൾ ഗുഡ് ലക്കിനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനാണ് അതിൽ കൂടുതൽ ഉണ്ടാക്കിയത്. അതെ, സമ്മതിച്ചു. പിള്ളേരും കൂടെ വരുന്നോണ്ട് ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയത്. പിന്നെ എന്റെ രണ്ടാമത്തെ ആള് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഋഷിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേക്കൊന്നും. പക്ഷെ രാഘവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ. അതുകൊണ്ട് രാഘവ് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചതാണ്. ഇന്ന് വന്നു, ഫസ്റ്റ് തന്നെ അവനത് കഴിക്കുകയും ചെയ്തു. ഇന്നിപ്പോ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് രാഘവന്റെ ഒരു ഗിറ്റാർ നമുക്കൊന്ന് കേൾക്കാം. ബാ Another star, you fade away. Afraid of fame is out of sight. Wanna see us alive? Where are you now? So guys, here's CurryandSpicesRanjusOwn wishing you all a very Merry Christmas and a Happy New Year. ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് പുഡിങ്ങിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ബ്രെഡ് ക്രംസ് 100 grams, പിന്നെ ഫ്ലോർ, ഓൾ പർപ്പസ് ഫ്ലോർ, നമ്മുടെ മൈദ 125 grams, ബട്ടർ 250 grams, പിന്നെ പഞ്ചസാര 230 grams, പിന്നെ നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അതൊരു 50 grams. 50 grams എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഷ്ണമായിരിക്കും. പിന്നെ റെഡ് ആപ്പിൾ, നല്ല മധുരമുള്ള ആപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ഫുൾ ആപ്പിൾ വേണം. പിന്നെ ബേക്കിംഗ് പൗഡർ 5 grams, പിന്നെ സിനമൺ പൗഡർ, പട്ട, പിന്നെ ക്ലോവ്, കരയാമ്പൂ, പിന്നെ പെപ്പർ, നമ്മുടെ കുരുമുളക്, അത് ബ്ലാക്ക് പെപ്പർ തന്നെ വേണം. ഇത് പൊടിച്ചത് ഓരോന്നും 1/4 ടീസ്പൂൺ വെച്ചിട്ട്. വാനില എസൻസ് 5 ml, പിന്നെ മുട്ട 2. പിന്നെ നമുക്ക് വേണ്ടത് വൈൻ ഒരു 45 ml വേണം. അതിനകത്തേക്ക്
ഒരു 24 hours മുമ്പ് ഞാൻ ഇന്നലെ എല്ലാം സോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടാം ഇതിനകത്ത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് പ്രൂൺസ് ഇട്ടിട്ടുണ്ട്, കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ അത് നമ്മളുടെ ഗോൾഡൻ കിസ്മിസും ഇട്ടിട്ടുണ്ട്, ബ്ലാക്കും ഇട്ടിട്ടുണ്ട്, പിന്നെ ആൽമണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ഉണ്ടാക്കിയതാണ്, നമ്മുടെ കാൻഡീഡ് ഓറഞ്ച് ആൻഡ് ലെമൺ പീൽസ്. ഇത് ശരിക്കും നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇത് പക്ഷെ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഷോപ്പിൽ നമുക്ക് കിട്ടുന്നതിനകത്ത് കുറെ പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇത് നമ്മൾ ഹോം മെയ്ഡ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് ഞാൻ വേറെ എപ്പിസോഡിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ കാൻഡീഡ് ഓറഞ്ച് പീൽസ് ഉണ്ടാവുക. ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒരു 45 ml വൈനിനകത്ത് സോക്ക് ചെയ്ത് 24 hours ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സ്പെഷ്യൽ ക്രിസ്മസ് പുഡിങ്ങിന്റെ ഇൻഗ്രീഡിയൻസ്. ഇനി എങ്ങനെയാ അത് ഉണ്ടാക്കാൻ നോക്കണ്ടേ? ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇപ്പം 230 grams ഷുഗർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊരു 30 grams എടുത്തിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ടത്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ തിരുനെൽവേലി ഹൽവയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബട്ടറും പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. 250 grams ബട്ടറും ഇട്ടു. ഇനി 200 grams ഷുഗറും കൂടെ. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ഇല്ലെങ്കിൽ ഫ്ലഫി ആയിട്ട് വരില്ല. ഇങ്ങനെ നമ്മളിത് മുഴുവൻ ഒന്ന് ബീറ്റ് ചെയ്തു. ഇത് ഇനി എഗ് അതൊന്ന് ഇതിനകത്തേക്ക് പൊട്ടിച്ചിടാം. ഇനി ഇതും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ വാനില എസൻസ് കൂടെ ഒന്ന് ചേർക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനിയും മൈദ ഇതൊന്ന് സീവ് ചെയ്തിടണം. മൈദയുടെ കൂടെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. സീവ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം മൈദ. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളുടെ ബ്രെഡ് ക്രംസ് കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമ്മളിപ്പം മിക്സ് ചെയ്തു. ബ്രെഡ് ക്രംസും എല്ലാം ഇട്ട് മിക്സ് ആയി. ഇനിയും നമ്മളുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാനൊരു 24 hours വൈനിൽ സോക്ക് ചെയ്തിട്ടതാണ്. ഇനി നമ്മളുടെ പൊടികൾ, പെപ്പർ പൗഡർ, സിനമൺ പൗഡർ, ക്ലോവ് പൗഡർ, ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്രേറ്റഡ് ക്യാരറ്റ്, അതിൻ്റെ കൂടെ ആപ്പിൾ. ഇനി ഫൈനലി നമ്മുടെ ഷുഗർ സിറപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ആയിക്കഴിഞ്ഞു. ഇതിനകത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എല്ലാ സ്ഥലത്തും പിടിക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു സൈഡിലായിട്ട് മാത്രം ആവരുത്. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പുഡിംഗ് ബാറ്ററൊക്കെ റെഡി. ഇനി ഇതെങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കുക നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഒരു ബൗളിൽ നമ്മൾ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൗൾ എടുക്കാം. ഇതൊരു 3 to 4 hours നമ്മൾ സ്റ്റീം ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് സ്റ്റീൽ ബൗളോ അങ്ങനത്തെ ആണെങ്കിലാണ് നമുക്ക് സേഫാണ്. ഇതിപ്പോൾ ഞാൻ ബേർണറിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക് ഓവൻ ഉള്ളവരാണെങ്കിൽ അതൊരു 140 to 160 degree സെന്റിഗ്രേഡിൽ 3 to 4 hours സ്റ്റീം ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ബാറ്റർ ഒന്ന് ഇടാം.
കുറച്ചൊന്ന് ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ എടുത്ത് ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഹോളോ ആക്കാനായിട്ടാണ്. ഇതിനുശേഷം ഒരു ബട്ടർ പേപ്പർ എടുത്തതിന്റെ മുകളിലേക്ക് വെക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ സിൽവർ ഫോയിൽ ഇട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പൊ സിൽവർ ഫോയിൽ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അതേപോലെ വെക്കുക. അതിനുശേഷം ഒരു ത്രെഡ്, ഏത് ടൈപ്പ് ത്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് നന്നായിട്ട് കെട്ടി നമ്മളിതൊന്ന് ടൈറ്റ് ചെയ്യണം. കാരണം ആവി കയറാതിരിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനിയും നമ്മളിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്തു. ഇനിയും ഇതേപോലെ ഒരു ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാനുള്ള ഒരു പാത്രം, അതിനകത്തേക്ക് വേറൊരു ബൗള് അതേപോലെ കമത്തി വെക്കണം. കമത്തി വെച്ചിട്ട് ഇനി ഈ കണ്ടെയ്നർ നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് മറ്റേ ബൗളിന്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഈ കണ്ടെയ്നറിന്റെ ഒരു ഹാഫ് വരെ വെള്ളം വേണം. അത് എപ്പോഴും അത്രയും തന്നെ വെള്ളം വേണം. വെള്ളം കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു 3 to 4 hours ലോ ഫ്ലെയിമിൽ ഇത് സ്റ്റീം ചെയ്തെടുക്കുക. ഇതിന്റെ ഒരു വേരിയന്റ് ആണ് നമ്മൾ സുറിയാനി ഡിഷസിലൊക്കെ കാണാറുണ്ട്. ഇത് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ക്രിസ്മസ് പുഡിംഗ് ഇങ്ങനെയാണ് പണ്ടേ ആൾക്കാർ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇനി ഒരു 3 to 4 hours നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കണം, വെള്ളം താഴുന്നുണ്ടോന്ന്. വെള്ളം താഴുകയാണെങ്കിൽ അപ്പം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് എപ്പോഴും ഈ പുഡിംഗ് കണ്ടെയ്നറിന്റെ ഹാഫായിട്ട് വെള്ളം എപ്പോഴും ആവശ്യമുണ്ട്. അപ്പം നമുക്കിനി 3 to 4 hours കഴിഞ്ഞ് പുഡിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. ഇപ്പം നമ്മളൊരു 3.5 hours ആയിട്ട് ഇത് സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം നമ്മളുടെ സ്പെഷ്യൽ ക്രിസ്മസ് പുഡിംഗ് എന്തായി എന്നുള്ളത്. ഞങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ ക്രിസ്മസ് പുഡിംഗ് ഇവിടെ റെഡി. ഇത് ഓസം ടേസ്റ്റ് ആണ്. ഇത് കാണുമ്പോ തന്നെ നമുക്കറിയാലോ, അതിന്റെ ആ ഉൾവശമൊക്കെ നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യണം. ഞങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു.